നമ്മുടെ ഓരോ ചക്രങ്ങളിലും മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ള 7 ആധാര ചക്രങ്ങളിലും ആ ശ്വാസത്തിലൂടെ കടന്നു വരുന്ന പ്രാണനെ വിന്യസിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു നമ്മുടെ എനർജി ബോഡിയെ നമുക്ക് ശക്തമാക്കി തീർക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ 7 ചക്രങ്ങളിലേക്കുമുള്ള എനർജിയെ നമുക്ക് ശരിയായ രീതിയിൽ ആ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അല്പസമയം മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ധ്യാനിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ധ്യാനത്തിലേക്ക് കടന്നു പോകേണ്ടത്, ആ ധ്യാനാവസ്ഥ എങ്ങനെയാണ് നമ്മൾ സംഭവിക്കേണ്ടത് എന്നൊക്കെ ഞാൻ നിരവധി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ ആ ധ്യാനാവസ്ഥ സംഭവിക്കുന്ന രീതിയിൽ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ആ ഇംപ്രഷൻസ് എല്ലാം വൈപ്പൗട്ട് ചെയ്ത് പുറത്തേക്ക് പോവുകയും നമ്മുടെ ഉള്ളിലേക്ക് നല്ല ശക്തമായിട്ടുള്ള ആ ഒരു എനർജി കടന്നു വരാനായിട്ട് വഴിയൊരുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് സ്വസ്ഥമായി ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് നമ്മൾ എത്ര സമയം ധ്യാനിക്കുന്നുവോ അത്രയും നമ്മുടെ എനർജി ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓറ നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആത്മീയമായിട്ടുള്ള പാതകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ചുറ്റിനും ആ ഒരു ഓറയുടെ ഒരു പ്രഭാവലയം നമുക്ക് പെട്ടെന്ന് ദൃശ്യമാകുന്നത്.